എനിക്ക് പനി ആയിട്ട് അങ്ങോട്ട് മാറിയതേ ഉള്ളൂ. കല്ല് പോലത്തെ സാധനമാണ് എൻ്റെ പൊന്നെ. ഞാൻ പെട്ടെന്ന് റെഡിയായി. ഗൈസ് ഇങ്ങനെയാണ് ഒരു സ്ഥലത്ത് പോകുന്നതിന് മുമ്പ് ലേറ്റ് ആക്കുന്നത്. നാളെ ഓഫീസുണ്ട്. ഏത് കരൺ ശംഭുവാണ്, ശംഭു. എല്ലാം നീ തന്നെ പറയണം. ഇതെല്ലാം കിരൺ ചെയ്തതാണേ. ഞാൻ ചുമ്മാ സപ്പോർട്ടിങ് ആക്ടർ മാത്രമായിട്ട് ചെയ്യുന്നു. എന്നോട് ക്ഷമിക്കണമെന്നല്ലേ. തലയൊക്കെ ഒരുമാതിരി വരുന്നുണ്ട്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെരി ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ സൺഡേയാണ്. ഞാൻ പള്ളിയിൽ പോകാൻ വേണ്ടി അലാമം ക്ഷണിയിട്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ചെറിയൊരു പനി ഉണ്ടായിരുന്നു. പനി ബെറ്ററായി, എന്നാലും അതിൻ്റെ ഒരു ക്ഷീണവും ആഫ്റ്റർ എഫക്ട്സും ഒക്കെ ഉണ്ട്. ബട്ട് ദാറ്റ്സ് ഓക്കെ. അപ്പോൾ എണീറ്റ് ഫ്രഷായി പള്ളിയിൽ പോകാൻ റെഡി ആവട്ടെ കേട്ടോ. ലേറ്റായി ഗൈസ് പള്ളിയിൽ പോകാനേ. അതുകൊണ്ട് എനിക്ക് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ പെട്ടെന്ന് ഇറങ്ങും കേട്ടോ. ഓക്കെ, പോയിട്ട് കാണാം ഗൈസ്. ഓടി കണ്ണിൽ നിന്ന് വെള്ളം വന്നു. പള്ളിയുടെ സൈഡിലെത്തി. ഓ അമ്മേ, പള്ളി എത്തി കേട്ടോ. ഞങ്ങൾ കയറാൻ പോവാ. അങ്ങനെ കഴിഞ്ഞതേ വീട്ടിൽ പോന്നു. തണുപ്പുള്ളതുകൊണ്ട് അധികം സ്പീഡിൽ പോകാൻ പറ്റുന്നില്ല. കിതയ്ക്കുന്നുണ്ട്. എൻ്റെ മൂക്ക് കടഞ്ഞിരിക്കുക ഓൾറെഡി. എനിക്ക് പനി ആയിട്ട് അങ്ങോട്ട് മാറിയതേ ഉള്ളൂ. അപ്പം മൂക്കടപ്പും കോൾഡും ഒക്കെ ആയി. സോ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ബെറ്ററായി. ആൻറ്റിബയോട്ടിക്സ് എടുത്തപ്പോഴാണ് എനിക്ക് നോക്കി ആയത്. ഇവിടുത്തെ ടാബ്ലറ്റൊന്നും കഴിച്ചാൽ എൻ്റെ ബോഡി പിടിക്കത്തില്ല. ഭയങ്കര മൈൽഡാണ്. എന്ത് പനി വന്നാലും എന്ത് അസുഖം വന്നാലും ടൈലറിനോട് എടുക്കാൻ പറയും. അങ്ങനെ അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഡോസ് കൂടിയ മരുന്നുകൾ കഴിച്ച് എനിക്ക് ഇവിടുത്തെ മൈൽഡൊന്നും ബോഡിക്ക് പിടിക്കാണ്ടായി. അതുകൊണ്ട് ഡോളോ അല്ലെങ്കിൽ എന്നാ ആൻറ്റിബയോട്ടിക്സ്, അതിലും കൂടുതലായിട്ട് തോന്നുവാണെങ്കിൽ ആൻറ്റിബയോട്ടിക്സിൽ നിൽക്കാറുള്ളൂ. അങ്ങനെ ആൻറ്റിബയോട്ടിക്സ് എടുത്തപ്പോഴാണ് എനിക്കിപ്പോൾ കുറഞ്ഞത് കേട്ടോ. ചെറിയ മൂക്കടപ്പൊക്കെ ഉണ്ട്. ഫാർ ബെറ്റർ ദാൻ ബിഫോർ. അപ്പോൾ വീട്ടിലെത്താറായി. ഇനി വീട്ടിലെത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ കാപ്പി ഉണ്ടാക്കട്ടെ. എൻ്റെ ഈ ഷെൽഫ് മൊത്തം ഞാൻ ഇന്നലെ മൊത്തം അടുക്കി പുറക്കി കേട്ടോ. അടുക്കി പുറക്കി സെറ്റാക്കി. ഇന്നലെ ഞങ്ങൾ സ്ലോ കുക്കിംഗ് ചിക്കൻ കറി ഉണ്ടാക്കി. ചിക്കൻ കറി അപ്പോഴത്തെ നല്ല ചൂടായതുകൊണ്ട് ഇതിൽ തന്നെ വെച്ചേക്കും. എന്ത് വേണം ഇത് മൊത്തം വേറെ പാത്രത്തിലാക്കി മാറ്റി വയ്ക്കാൻ. അപ്പോൾ കാപ്പി ഉണ്ടാക്കട്ടെ. എൻ്റെ ഷെൽഫ് ഗൈസ്. അമ്മേ, തലയൊക്കെ ഒരുമാതിരി വരുന്നുണ്ട്. ഫുഡ് കഴിക്കുമ്പോൾ കുറച്ച് ബെറ്റർ ആവും തോന്നുന്നു. കിരണൊരു കോളുമായിട്ട് പുറത്താണ്. ഇപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ ക്രോക്ക് പോട്ടിലുള്ള ചിക്കൻ കറി, നമ്മുടെ ചിക്കൻ കറി കാണൂ ഗൈസ്. ഭയങ്കര യമ്മി ആയിട്ടുള്ള ചിക്കൻ കറി ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ഇന്നലെ നൈറ്റ് ചിക്കൻ കറിയും ഇടിയപ്പമാണ് കഴിച്ചത്. ഇടിയപ്പം നമുക്ക് ഫ്രോസൺ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ആവി കയറ്റിയെടുത്തു. ചിക്കൻ കറിയും കൂടെ കൂട്ടിയാണ് കഴിച്ചത്. ഭയങ്കര യമ്മി ആയിരുന്നു. സൂപ്പർ ടേസ്റ്റി. അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ ക്രോക്ക് പോട്ടിൽ നിന്ന് മാറ്റിയില്ലായിരുന്നു. നല്ല ചൂടായിരുന്നു. തിളച്ചിരിക്കുന്ന സാധനമായതുകൊണ്ട് കൂടുതൽ സാഹസം കാണിക്കേണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഇന്ന് രാവിലത്തേക്ക് നമ്മൾ മാറ്റി വെച്ചേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വേറൊരു കണ്ടെയ്നറിലോട്ട് നമ്മുടെ ചിക്കൻ കറി മാറ്റാം. വെരി ജ്യൂസി കേട്ടോ. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട സാധനമാണ് ഈ ക്രോക്ക് പോട്ട് സ്ലോ കുക്കിംഗ്. എൻ്റെ അമ്മ സ്ലോ കുക്കറിൽ ഉണ്ടാക്കി കഴിക്കുന്ന ഒരു ഫീലിംഗ് ഭയങ്കര. ചിക്കനൊക്കെ ഉണ്ടല്ലോ, എന്ത് മീറ്റ് ആണെങ്കിലും ഇങ്ങനെ അലിഞ്ഞു പോവും. ഇങ്ങനെ എന്താ പറയുക, മെൽറ്റായി പോവാന്നൊക്കെ പറയില്ലേ, ആ ഒരു ഫീലിംഗാണ് ആക്ച്വലി ക്രോക്ക് പോട്ടിൽ ഉണ്ടാക്കി കഴിയുമ്പോൾ. ഞങ്ങളിപ്പോൾ ചിക്കൻ ആദ്യമായിട്ടാണ് ഇതിൽ ചെയ്യുന്നത്. ഞങ്ങൾ ആദ്യം ട്രൈ ചെയ്ത് നോക്കിയത് ലാമ്പായിരുന്നു. ലാമ്പ് ഞാൻ കഴിക്കാത്ത ആളാണെങ്കിൽ പോലും ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം ഇങ്ങനെ
അലിഞ്ഞു പോയി സാധനം. ചിക്കൻ കറിയും ബ്രെഡും കഴിക്കണോ അതോ ബ്രെഡും ജാമും കഴിക്കണോ എന്നൊരു കൺഫ്യൂഷൻ. മണം അടിച്ചിട്ടേ മൂക്കടഞ്ഞിരിക്കുകയാണെങ്കിൽ ഈ മണം ഇങ്ങനെ മൂക്കിൽ തിക്കുമായിരുന്നു. അടുത്ത പാത്രം എടുക്കേണ്ടി വന്നു, അതിൽ തികഞ്ഞില്ല. കല്ല് പോലത്തെ സാധനമാണ് എൻ്റെ പൊന്നെ. നീ തുടച്ച് കയറ്റി വെക്കട്ടെ റോക്കോട്ടെ. ഈ അറ്റം ഞാനൊന്ന് വൈറ്റ് വെച്ച് തുടക്കുകയാണ്. ഇവിടെ അങ്ങനെ കറിയൊന്നും ആയിട്ടില്ല കേട്ടോ ഈ അറ്റത്ത്, പക്ഷെ എന്നാലും ഒരു കളർ വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ തുടയ്ക്കുന്നത്. ഞാൻ പെട്ടെന്ന് റെഡിയായി. ഗൈസ്, ഇങ്ങനെയാണ് ഒരു സ്ഥലത്ത് പോകുന്നതിന് മുമ്പ് ലേറ്റ് ആക്കുന്നത്. പെട്ടെന്ന് റെഡി ആയിരുന്നു, വെറുതെ അടിച്ചു വിട്ടത്. 5-10 മിനിറ്റ് എടുത്തതാണോ അല്ലേ? അതേ കൂടുതലൊന്നും ഇല്ല ഗൈസ്, ഞാൻ വെരി ഫാസ്റ്റ് ആണ്. ഓക്കെ, ഞാൻ ലിപ്സ്റ്റിക് കൂടെ ഇട്ടാൽ മതി. അപ്പോൾ നമ്മൾ ഇവിടെ അടുത്തൊരു ഏതാ നമ്മുടെ സ്ഥലം, നമ്മുടെ ജാക്സൺ സ്ക്വയർ, നമ്മുടെ അടുത്തുള്ള മോളാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ വാങ്ങിക്കാറുണ്ട്. നമ്മൾ ക്രിസ്മസ് ട്രീ ആയിട്ട് വാങ്ങിക്കുന്നില്ല, അതിന് പകരം ലൈറ്റ്സ് വെച്ചിട്ട് നമ്മൾ ക്രിസ്മസ് ട്രീ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ നോക്കുന്നത്. സോ എന്തൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടും എന്ന് നോക്കാൻ വേണ്ടി പോവാം. ഇന്നിപ്പോൾ സൺഡേ ആണ്. സോ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അത്ര ഐ എം നോട്ട് ഫീലിംഗ് ഗ്രേറ്റ്, പക്ഷെ എന്നാലും നമുക്ക് ഇന്നിപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ടും എനിക്ക് കുറച്ച് ആക്റ്റീവായിട്ടിരിക്കണം എന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പോവാം. കവറൊക്കെ ഞാൻ ഷോപ്പ് ചെയ്യാൻ നിർത്തി ബാഗിൽ ഇട്ടുകൊണ്ട് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ജാക്കറ്റ് ഇട്ടിട്ട് ബാഗ് ഇടും. റൈറ്റ്, സ്നോ ഒന്നും തുടങ്ങിയിട്ടില്ലാത്തതുകൊണ്ട്, വലിയൊന്നല്ല സ്നോയെ തുടങ്ങിയിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ജാക്കറ്റിൻ്റെ ആവശ്യമുള്ളൂ. സ്നോ ഒക്കെ തുടങ്ങുമ്പോഴാണ് ആക്ച്വലി വലിയ ജാക്കറ്റിൻ്റെ ആവശ്യം വരുന്നത്. ഇതിപ്പോൾ ലൈറ്റ് ജാക്കറ്റാണ്. ചെറിയ ചുമയുണ്ട്, ഓക്കെ. അവയ്ക്ക് വെള്ളം വേണോടാ? ഞങ്ങളുടെ ലൈറ്റിനൊരു പ്രശ്നം പറ്റി. അന്ന് ജനറേറ്റർ അടിച്ചു പോയതിനു ശേഷം ഇത് രാവിലെ കത്തും, രാത്രി കത്തില്ല. ഞങ്ങളുടെ ഇവിടെ മാത്രമല്ല, ഈ ഏരിയയിൽ മൊത്തം എന്തോ ഒരു ടെക്നിക്കൽ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. ഹൈ കയറും കിടന്നു. എന്താണ് ഒരു ക്ലോസ്? ഓക്കെ, ഞങ്ങൾ പോട്ടെ. കുറച്ചുകൂടെ സോഫ്റ്റായി, അത്രയും സോഫ്റ്റ് അല്ല നമ്മുടെ ഇരിക്കുന്നത്. ഇതാ ഇപ്പം ഞാൻ എടുത്തേക്കുന്നേ. ഇപ്പോൾ തിരുക്കുടുംബത്തിൻ്റെ വേറെ കിട്ടുമെന്നാണ് ഞാൻ നോക്കുന്നത്. കിട്ടിയില്ലെങ്കിൽ ഞാൻ എടുക്കാം. നമ്മൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങി. ഇനി ഞങ്ങൾക്ക് ഷോപ്പേഴ്സ് ട്രെൻഡ് മാർട്ടിലും കൂടെ കയറണം. ഷോപ്പേഴ്സ് അല്ല, എക്സൽ ആയിട്ടുള്ള അല്ലേ, നമുക്ക് അവിടെയും കൂടെ കയറണം. എനിക്ക് എൻ്റെ ഐബ്രോ പെൻസിലും പിന്നെ എൻ്റെ ലിപ് ലൈനർ ഷാർപ്പൻ ചെയ്യാനുള്ള ഷാർപ്പനർ പുതിയൊരെണ്ണം വാങ്ങിക്കണം. അപ്പോൾ അതുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ ഡ്രഗ് സ്റ്റോറിലൊന്ന് കയറുക. അവിടെയും കൂടെ കയറിയിട്ട് വീട്ടിൽ പോകുന്നേ. നമ്മൾ എടുക്കാത്ത റോഡിൽ കൂടെയാണ് ഇന്ന് പോകുന്നത് അല്ലേ, വേറൊരു റൂട്ട് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വേറൊരു വഴി കൂടെ, എന്ന് വെച്ചാൽ പാരലൽ റോഡാണ്, നമ്മളങ്ങനെ തിരിച്ചു പോവുകയാണ് ഗൈസ്. ഇച്ചിരി തണുപ്പുണ്ട്, കുറേ നാളുകൂടി എങ്ങനെ ആണോ ഇറങ്ങിയപ്പോൾ തണുപ്പുണ്ടായിരുന്നില്ലേ? നമുക്ക് വീട്ടിൽ പോയിട്ട് വാങ്ങിച്ച സാധനങ്ങളൊക്കെ കാണിക്കാം. വീട്ടിൽ പോയിട്ട് ഞാൻ ക്രിസ്മസ് ഷോപ്പിങ്ങിൻ്റെ മൊത്തം ഡോളറാമയെന്നാണ് വാങ്ങിച്ചേക്കുന്നത്. ഡോളറാമ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ പണ്ടൊരു ഡോളറൊക്കെ ആയിരുന്നു, ഇപ്പോൾ ഒരു ഡോളറിനൊരു കുന്തവും കിട്ടത്തില്ല. ഡോളറിനൊന്നുമില്ല. അപ്പം നമുക്ക് കിട്ടുന്ന സാധനങ്ങളൊക്കെ അവിടെ നിന്ന് പെറുക്കിയിട്ടുണ്ട്. വാങ്ങിച്ചിട്ടുണ്ട്. അത് എന്തൊക്കെയാന്നുള്ളത് ഞങ്ങൾ വീട്ടിൽ നിന്ന് കാണിച്ചു തരാം. ഇങ്ങനെ കാണിച്ചാൽ അത് കാണാൻ പറ്റുന്നുണ്ടോ? ഞങ്ങളെല്ലാം കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ലോവർ ആംഗിളിൽ നിന്ന് ഇറങ്ങെടുത്തോണ്ട് അപ്പോൾ അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചു.
ഇനിയിപ്പോൾ വീട്ടിൽ പോയി ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക. അറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ഒരു ക്രിസ്മസ് വൈബാവും. ക്രിസ്മസ് ഈ ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉള്ള സാധനങ്ങളൊക്കെയാണ് എല്ലാവരും തന്നെ വാങ്ങിച്ചൊക്കെ തുടങ്ങി. അതെ, കുറേ സാധനമൊന്നും അവിടെ ഇല്ല, തീരാറായി. ഒരെണ്ണമൊക്കെ ഉള്ളതൊക്കെ ഞങ്ങൾ എടുത്തത്, ഇഷ്ടപ്പെട്ടതൊക്കെ നോക്കിയെടുത്തു. പിന്നെ വേറെ എന്തെങ്കിലും വേണം തോന്നുവാണെങ്കിൽ നമ്മൾ അടുത്ത ദിവസം വീണ്ടും വേറെ സ്ഥലത്ത് ഷോപ്പിങ്ങിന് പോയി എടുത്തു. ഡോളറാമ അല്ലാണ്ട് കിട്ടിയതൊക്കെ ഇന്നെടുത്തു. അങ്ങനെ മെയിൻ സംഭവങ്ങളെല്ലാം കഴിഞ്ഞല്ലേ. നമ്മൾ ട്രീ ആയിട്ട് വെക്കുന്നില്ല ഗൈസ്, നമ്മൾ വേറൊരു സാധനം കാണിച്ചു ബോളിൽ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്നേ ഉള്ളൂ ക്രിസ്മസ് ട്രീ ആയിട്ട്. അത് നമുക്ക് സക്സസ് ആവുമെന്ന് നോക്കാം. അതെ, എത്രത്തോളം കറക്റ്റ് ആവും എന്നറിയില്ല നമ്മൾ വെക്കുന്നത്. ഇതൊക്കെ ഒരു ട്രൈ അല്ലേ അല്ലേ. ഓക്കെ, അപ്പം നമ്മൾ ഇനി വീട്ടിൽ കൊള്ളാം. കിരൺ കൊണ്ടുവച്ച ആംഗിൾ അതുകൊണ്ട് ഇഷ്ടമായി. ഞങ്ങൾ വീട്ടിൽ വന്നു. അപ്പം മീൽ പ്രെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള് മീൽ പ്രെപ്പ് ചെയ്യുന്നില്ലേ? ഓക്കെ, ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്. ഫ്രഞ്ച് ബീൻസ് ഞങ്ങൾ ഇന്നലെ കോസ്റ്റോ ഒക്കെ വാങ്ങിച്ചതാ. അതൊന്ന് അരിഞ്ഞിട്ട് റൈസും കൂടി ഇട്ടേക്കാം അല്ലേ. ഒയാസിസിന്റെ ഒരു ഏതാ മാംഗോ ജ്യൂസ് ആയിരുന്നു ഞങ്ങൾ നേരത്തെ വാങ്ങിച്ചോണ്ടിരുന്നത്. ഇപ്പൊ ഏതാ ഇത് ഗ്രേപ്പ് ആട്ടോ ആക്ച്വലി. ബെറിയല്ല, കോൺകോർഡ് ഗ്രേപ്പ്. സ്മൂതി ഇഫക്റ്റ് ഒന്നും അല്ല, ജസ്റ്റ് ഒരു നോർമൽ ഡ്രിങ്ക്. ബീൻസ് മെൽറ്റ് പോലെ ഉണ്ടാക്കുക നേരിച്ചു. കുറച്ച് എണ്ണ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പം പാൻ ചൂടാവാൻ വേണ്ടി ഞാൻ വെച്ചു. ഇനി കുറച്ച് എണ്ണ ഒലിവ് ഓയിൽ വെച്ചിട്ട് കോക്കനട്ട് മതിയോ? കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം നമുക്ക്. കോക്കനട്ട് ഓയിൽ പ്ലസ് കടുക് പൊട്ടിക്കുക, പിന്നെ അണിയനിടുക. ഇത്ര എണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. കോക്കനട്ട് ഓയിലാണ് ടേസ്റ്റ് കൂടുതൽ. ഭയങ്കര യമ്മി ആയിരിക്കും കോക്കനട്ട് ഓയിലിൽ ചെയ്ത് കഴിഞ്ഞാൽ. ഹെൽത്തിയും ആണ്. നമ്മുടെ അവക്കാഡോ ഓയിലുണ്ട്, പക്ഷെ അത് കുറവാണ് യൂസ് ചെയ്യുന്നത്. സ്പ്രേ ടൈപ്പ്. സ്പ്രേ ടൈപ്പ് ആയതുകൊണ്ട് നമ്മൾ ഇപ്പം എന്തെങ്കിലും ദോശ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് സ്പ്രേ ചെയ്ത് ജസ്റ്റ് കൊടുത്തുണ്ടാക്കും. അതും ഭയങ്കര യൂസേജ് ഭയങ്കര കുറവാണ്. ഇത് രണ്ടുമാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ റൈസ് ഇടാം നമുക്ക്. നമ്മുടെ ഫ്രഞ്ച് ബീൻസ് മെഴുക്കുവരട്ടിയും റൈസും റെഡി ആയിട്ടുണ്ട്. ഇത് തൊണ്ട നമ്മൾ മാഗി ക്യൂബ്സും കൂടി ഇട്ടായിരുന്നു കേട്ടോ. അതൊരു മഞ്ഞ കളർ. ഞങ്ങൾ കഴിക്കുമ്പോൾ ഗൈസ് ബീൻസും ചിക്കൻ ചുക്കയും. ചിക്കൻ കറിയും ഉണ്ട് കേട്ടോ, നമ്മൾ എടുത്തില്ല. മതിയോ? അത്ര മതി. ഓക്കെ, നമുക്കൊന്ന് ബാക്കി എന്നാ മീൽ പ്രെപ്പ് ചെയ്യാൻ വേണ്ടി ബാക്കി വെച്ചേക്കാം ബീൻസ്. കഴിക്കാം. ഞങ്ങൾ കഴിക്കാൻ പോകും ഗൈസ്. എന്നിട്ട് കണ്ണ് കാണാൻ വയ്യ. ബാ, ഏത് സിനിമയാണ് നമ്മൾ കാണുന്നത്? കടേസി ഉലജ് പോരോ? നമ്മൾ ആമസോണിൽ ഏതൊരു പടം കാണുമ്പോൾ പ്രൈമിൽ. അപ്പോൾ അത് കണ്ടോടെ ഞങ്ങൾ കഴിക്കട്ടെ. കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ക്രിസ്മസ് ഡെക്കറേഷൻ മൊത്തം ചെയ്യാനുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ റെഡി ആവട്ടെ. നമുക്ക് അപ്പോൾ കാണാം. നമ്മുടെ വെജീസ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. റൈസ് ഞാൻ ചെറിയൊരു പാത്രത്തിലോട്ടും കൂടെ ആക്കി. ചിക്കൻ കറി നമുക്ക് വേറെ ഉള്ളതുകൊണ്ട് ഞാൻ കണ്ടെയ്നറിലോട്ട് മാറ്റുന്നില്ല. അപ്പോൾ ഞങ്ങൾ പുതിയ വാങ്ങിച്ച കണ്ടെയ്നേഴ്സാണ്. അവിടെ കമ്പാർട്ട്മെൻറ്റ്സ് ഉള്ള ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. മീൽ പ്രെപ്പിന് വേണ്ടി മാത്രം വാങ്ങിച്ച കണ്ടെയ്നേഴ്സ് ആയത്. അപ്പോൾ ആദ്യത്തെ കണ്ടെയ്നറിൽ ഞാൻ ഓൾറെഡി റൈസ് ഇട്ടു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും 2 സ്പൂൺ വെച്ചിട്ട് റൈസ് ഇട്ടു. പിന്നെ അപ്പോൾ ഞാൻ ആദ്യം റൈസ് തന്നെ എല്ലാത്തിലും ഫില്ല് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് വെജീസും നമ്മുടെ ഫ്രഞ്ച് ബീൻസും കൂടെ ഫില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു കണ്ടെയ്നറിലാണ് കഴിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ 4 സ്പൂൺ ഇടുന്നത് കേട്ടോ. നിങ്ങൾ വിചാരിക്കരുത് ഞാൻ ഒറ്റയ്ക്ക് കഴിക്കാനാണ് ഇതെല്ലാം കൂടി ഇടുന്നതെന്ന്. എൻ്റെ ലാസ്റ്റ് കണ്ടെയ്നർ ഞാൻ മീൽ പ്രെപ്പ് ചെയ്ത് വെക്കുന്നതും കൂടെ കാണിച്ചു തന്നിട്ട് ഇത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഹോൾ വീഡിയോ. കിരൺ ഓൾറെഡി അവിടെ പരിപാടികൾ തുടങ്ങി ചെയ്തുകൊണ്ടിരിക്കുക, മെഷർമെൻ്റൊക്കെ എടുത്തുകൊണ്ടിരിക്കുക. ഞാൻ പെട്ടെന്ന് അതൊന്ന് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. നമ്മൾ സോഫയുടെ ഇപ്പുറത്തെ സൈഡിലേക്കാണ് ട്രീ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ട്രീ ആയിട്ട് നമ്മൾ വാങ്ങിച്ചില്ല, അതിന് വേറെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. അത് വെച്ചിട്ടാണ് ചെയ്ത് ഉദ്ദേശിക്കുന്നത്. എന്ത് വെച്ചടാ? ഞാൻ മണ്ണോ ഹൈ ക്യാച്ച്. താഴെ മൊത്തം വാങ്ങിച്ച സാധനങ്ങളാട്ടോ. നിങ്ങളെ കാണിച്ചു തരാവേ. ഞാൻ പിടിക്കാം. പുറത്ത് വരണോ? ഓക്കെ.
അത് ഭയങ്കര വിട്ടു വരുന്നുണ്ട്. ഗൈസ്, എൻ്റെ ലാസ്റ്റ് പരിപാടിയിലേക്ക് ഞാൻ കടന്നു. വെജിറ്റബിൾസ് ഇളക്കലിങ്. അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ വെജീസിൻ്റെ കാര്യത്തിൽ തീരുമാനമാവും. അപ്പം ഞാൻ നല്ല ചൂടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ കൈ വെച്ച് ഇളക്കാതെ. എന്താ കൈ വെച്ച് മിക്സി ആക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പൊള്ളുന്ന ചൂടായതുകൊണ്ടാണ്, വേറെ ഒന്നുകൊണ്ടല്ല. അപ്പോൾ ഞാനിതിൽ പെപ്പറും കാജുനും ഒക്കെ ഇട്ടു. അല്ല, പെപ്പറിന്ന് സോൾട്ടും കാജുനും ഒക്കെ ഇട്ടു. പെപ്പർ വേണമെങ്കിൽ ഇടാം, ഞാൻ പെപ്പർ ഇട്ടിട്ടില്ല. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ എല്ലാം ആയി. ഞാൻ ഫ്രഞ്ച് ബീൻസും അതിൻ്റെ കൂടെ ആഡ് ചെയ്തു കേട്ടോ. നമ്മുടെ മീൽ പ്രെപ്പ് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഇത് കണ്ടോ? ഇനി എല്ലാം അടച്ച് ഫ്രിഡ്ജിൽ കയറ്റാം നമുക്ക്. എല്ലാം ഞാൻ കഴുകി അടച്ച് വെച്ചിരിക്കുന്ന കണ്ടെയ്നേഴ്സാണ്. അപ്പം നമുക്കിനി അടച്ച് ഫ്രിഡ്ജിൽ കയറ്റിയാൽ മാത്രം മതി. മീൽ പ്രെപ്പ് റെഡി. എന്താ ഇവിടെ പരിപാടി? മൊഞ്ഞേ ചെയ്തു തുടങ്ങി. ഞാൻ വരിക ഒന്ന് ക്വിക്കായിട്ട് എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് കാണിച്ചു തരാം. എന്നുവെച്ചാൽ ക്രിസ്മസ് ഡെക്കറേഷൻസ് എന്തൊക്കെയാണെന്ന്. ഞാൻ ഇപ്പോഴാണ് ഫ്രീ ആയി ഗൈസ്, അതുകൊണ്ടാണ് ഇപ്പോൾ വന്നത് കേട്ടോ. കിരണ ഓൾറെഡി പരിപാടി തുടങ്ങി. നമ്മളല്ലേ ക്രിസ്മസ് ട്രീ ആയിട്ട് നമ്മൾ വെക്കുന്നില്ല, അതിന് പകരം വോളിൽ തന്നെ അങ്ങനെ കുറേ നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ DIY ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് വാങ്ങിച്ചിട്ട് തന്നെയാണ്. നമ്മുടെ ലിവിങ് റൂമിൽ തന്നെ ഹാങ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച കുറച്ച് ഡെക്കറേഷൻസ് ആണ് ഇതൊക്കെ. ഇങ്ങനത്തെ ചെറി പോലത്തെ സംഭവമൊക്കെ ഉള്ളത് വാങ്ങിച്ചു. ഇത് കണ്ടൊന്നൊരു ക്യൂട്ട് സാധനവും. ഇതിൽ കുപ്പിയുടെ മേളിൽ കൂടെ നമ്മൾ കവർ ചെയ്ത് വെച്ചേക്കുന്നത്. അങ്ങനത്തെ ഒരു ഡെക്കറേറ്റീവ് ഐറ്റമാണിത്. കൊള്ളാം കേട്ടോ. ഇതുണ്ടോ പുറകിലുണ്ട്, പുറകിൽ കൂടെ കയറ്റും ഇങ്ങനെ. അപ്പോൾ എൻ്റെ ക്യാപ്പ് ഇങ്ങനെ ബാക്കിൽ തുറന്നു വെക്കാം. അങ്ങനത്തെ ഒരു സാധനം കേട്ടോ, കൊള്ളാം. ഇതിപ്പം എന്തിൻ്റെ കൂടെ വേണമെങ്കിലും വെക്കാം. നമ്മളിപ്പോൾ കുപ്പീൻ്റെ മേളിൽ കൂടെ വെച്ചതന്നേ ഉള്ളൂ. ക്രിസ്മസ് അങ്ങനത്തെ ഐറ്റംസ് ആണ് വാങ്ങിച്ചേക്കുന്നതല്ല. ബോ പോലെ 2 എണ്ണം വാങ്ങിച്ചു. ഇതിൻ്റെ തന്നെ 3 എണ്ണം വാങ്ങിച്ചു. നമുക്ക് വോളിൽ വെക്കുമ്പോൾ ചെയ്യാനുള്ള ഹുക്കുകളാണ്. പിന്നെ ആസ് യൂഷ്വൽ എവിടെ പോയാലും മറക്കാണ്ട് വാങ്ങിക്കുന്ന 2 സാധനങ്ങൾ, ഹോട്ട് വീൽസ്. പിന്നെ സ്റ്റാർ ഒന്നെങ്കിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഇടാം. പക്ഷേ അല്ലാണ്ട് ക്രിസ്മസ് ട്രീ നമ്മൾ DIY ചെയ്തിട്ട് മേളിൽ സ്റ്റാർ വെക്കണമെങ്കിൽ ഇത് യൂസ് ചെയ്യാമല്ലോ എന്ന് വെച്ചാൽ അങ്ങനെ ഇങ്ങോട്ട് വാങ്ങിച്ചതാണ്. പിന്നെ ഇത് ചെറിയ ബോസ്, നമുക്ക് ഇൻ കേസ് ക്രിസ്മസ് ട്രീയിൽ നമുക്ക് ഹാങ് ചെയ്യാൻ എന്തെങ്കിലും സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ആവശ്യം വന്നെങ്കിലോ എന്ന് വെച്ചാൽ വാങ്ങിച്ച പിൻസാണ്, തൂക്കിയിടാൻ വേണ്ടിയിട്ടുള്ള റിബൺസ്. ഇതൊക്കെയാണ് മെയിനായിട്ട് വാങ്ങിച്ച ഡെക്കറേറ്റീവ് ഐറ്റംസ്. എന്താ പറ്റിയിടല്ലോ ഊരെടുക്കുന്നത് സാധനമല്ലാതെ ഊരെടുക്കുന്നു. എക്സ്ട്രാ ഇടാം അല്ലേ? ഞാൻ പറഞ്ഞു എന്തോ ഒരു മിസ്സിങ് ഉണ്ടെന്നേ. നമ്മൾ വീട് മൊത്തം ക്രിസ്മസി ആക്കുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമ്മുടെ ഡിഷ് വാഷ് ചെയ്യുന്ന സ്ക്രബ്ബറും കൂടെ മാറിയേക്കാം. ഇന്നലെ ഹോസ്പിറ്റലിൽ ഇപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കുറേ ക്രിസ്മസ് ഷേപ്പിൽ, ക്രിസ്മസിൻ്റെ റിലേറ്റഡ് ഷേപ്പിലുള്ള കുറേ പുതിയ സ്ക്രബ്ബേഴ്സ് വന്നിട്ടുണ്ട്. അതിനൊരു പാക്കറ്റ് ഓഫ് 8 ആണ് കേട്ടോ ഇത്. സ്ക്രബ് ഡാഡിയും സ്ക്രബ് മോമിയും കൂടെ ഉള്ള ഒരു 8 എണ്ണത്തിൻ്റെ സെറ്റാണ്. അപ്പോൾ ഇതിൽ മൊത്തം ഈ സ്റ്റാർ അങ്ങനത്തെ ഈ ക്രിസ്മസ് ട്രീൻ്റെ അങ്ങനത്തെയൊക്കെ ഷേപ്പാണ് മൊത്തം. അപ്പം ഞാൻ എടുക്കാൻ പോകുന്നത് ക്രിസ്മസ് ട്രീ ക്രിസ്മസിൻ്റെ സമയത്ത് എടുക്കാം. ഇപ്പം നമുക്ക് സ്റ്റാർ എടുക്കാം അല്ലേ? ഓക്കെ, സ്റ്റാർ. ഇതുണ്ട്, നമ്മൾ ഹുക്ക് വെച്ചു കേട്ടോ. ഹുക്സ് വെച്ചിട്ട് ഇതെല്ലാം ഗ്രൈൻഡ് ചെയ്തതാണേ. ഞാൻ ചുമ്മാ സപ്പോർട്ടിങ് ആക്ടർ മാത്രമായിട്ട് ചെയ്യുന്നുള്ളൂ. ഇങ്ങനെ ഹുക്കിലോട്ട് ഹുക്കിലോട്ട് ഇങ്ങനെ ഓരോന്ന് നമ്മൾ കയറ്റി വെക്കുക. ചെറിയ സ്ട്രിങ് പോലത്തെ ലൈറ്റ്സ് ഇല്ലേ, അപ്പം അത് കത്തുന്നില്ല. അരെ ബാ മോനെ, ഇവിടെ ലൈറ്റ് കുഴപ്പമില്ല, പക്ഷെ എന്തോ ലൂസ് കണക്ഷൻ ഉണ്ട് അതിന്. നമ്മൾ അതിൻ്റെ മേളിൽ കൂടെ ഈ ലൈറ്റ്സും കൂടി ഇടുക കേട്ടോ.
നമ്മളങ്ങനെ ലൈറ്റ്സ് ഒരു വിധം വർക്കാക്കി ഇട്ടുകൊണ്ടിരിക്കുന്നു ഗൈസ്. പിന്നെ എന്താടാ പറയുന്നത്, നീ തന്നെ പറ. അങ്ങനെയൊന്നുമില്ല, ചുമ്മാ ഒരു ഡെക്കറേറ്റീവ് ഐറ്റം. ഇതെവിടെ വെക്കും? ഇവിടെയോ? ഓക്കെ. തമ്മിലിടാൻ പറ്റിയ പോസ് വരുന്നത്. തിരുക്കുടുംബവും പിന്നെ സ്റ്റാറൊക്കെ ഞാനിവിടെ തൂക്കിയിട്ടു. ഇപ്പം ഓർത്തതേ ഉള്ളൂ ഞാനിത് ഓണാവാത്ത എന്താന്ന്. ഇത് കണ്ടു ഗൈസ്, നമ്മൾ ക്രിസ്മസ് ആയിട്ട് വാങ്ങിച്ച കേട്ടോ കോസ്കോയിൽ നിന്ന്. നല്ല രസമാണ് കണ്ടോന്നേ. എഞ്ചുമണി കത്രിയാണോ? കത്രി പിന്നെ ഇങ്ങനെ വന്നിട്ട് കയറുമോ മുത്തേ? പിന്നെ ഇച്ചിരി പാടുണ്ടോ കയറിയല്ലേ? ഓ കൊല്ലാം. നടുക്കാണോ പറയാ? ഇല്ല, കുറച്ചുകൂടെ മുകളിലോട്ട് പോകണം. മതിയെന്ന് തോന്നുന്നു. മതി. മുത്ത് അല്ല, അത് കുഴപ്പമില്ല. നിങ്ങളുടെ ഓരോ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഞങ്ങളൊരു സംഭവല്ലേ മോങ്ങി. സംഭവമാണ് സംഭവം. എല്ലാം നീ തന്നെ പറയണം. ഇത് വെച്ച് നോക്കിയ റിബൺ വെച്ച് നോക്ക്. രണ്ടു കൊടുത്തന്നെ വെക്കണോ? അതെങ്ങനെ ഇപ്പൊ താങ്ങുന്നാണ് എനിക്കറിയില്ലാത്തത്. താങ്ങത്തില്ലത്, പോന്നു പോരും. അകം എങ്ങനെയാ വരുന്നത് നമ്മൾ കാണിച്ചു തരാം. നമ്മൾ അകത്തിങ്ങനെ ആക്കിയിട്ട് ഇവിടെ സെലോ ടേപ്പ് ചൊട്ടിക്കുക. പിന്നെ ഈ 2 ക്യൂട്ടി റിബണും കൂടെ ഉണ്ട്. അത് ഞങ്ങൾ ഇവിടെ 2 ഡോറിലും വെക്കാമെന്ന് വിചാരിക്കുന്നു. എനിക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു ഇന്ന് വീണ്ടും. എന്താ വർക്കൗട്ട് ഫ്രം ഹോം പോലെ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ ഇന്ന് ഫുൾ ഞങ്ങൾ തിരക്കായി. അപ്പോൾ ഇപ്പോഴും തിരക്കാണ്. 6 മണി കഴിഞ്ഞിട്ടും ഞങ്ങൾ ഈ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ വർക്കൗട്ട് നടക്കുമെന്ന് തോന്നുന്നില്ല. ലെറ്റ്സ് സീ. ഞങ്ങളിപ്പോൾ നേരത്തെ ഉറങ്ങാറുള്ളതുകൊണ്ട് നേരത്തെ ഫുഡ് കഴിക്കണം, നേരത്തെ ഉറങ്ങണം. അപ്പോൾ ഞങ്ങൾക്ക് ഇനിയിപ്പോൾ വർക്കൗട്ട് തുടങ്ങാൻ പറ്റുന്നില്ല. നാളെ തൊട്ട് നേരത്തെ എണീറ്റ് വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്ത്. ഡയറ്റ് ഓൾറെഡി നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ വർക്കൗട്ടും കൂടെ ഉണ്ടെങ്കിലേ ഗുണമുള്ളൂ. മനസ്സിലായോ എങ്ങനെയാന്ന് കൊച്ചിന്? ഇങ്ങനെയുണ്ട്. അങ്ങനെ നെക്സ്റ്റ് ടൈം പോകുമ്പോൾ ചെറിയ ഹാങ്ങിങ്സ് പോലെ കിട്ടില്ലേ, വെയിറ്റ് അത് കുറഞ്ഞത്, അതൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്ന് നമ്മുടെ ക്രിസ്മസ് ട്രീനെ മോടി പിടിപ്പിക്കുക. പണിയെടുത്ത് ക്ഷീണിച്ചതിൻ്റെ പേരിൽ ഒന്ന് ടബിൽ കിടന്ന് അർമാദിക്കാമെന്ന് വിചാരിച്ചു. ബബിൾ ബാത്തിനായിട്ട് ടബൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് കിരൺ. അപ്പോൾ കുറച്ച് നേരം ടബിൽ കിടക്കാമെന്ന് വെച്ചിട്ട് കിരൺ എന്താ ചെയ്യണമെന്ന് നോക്കിയത്. ലേസൊക്കെ എടുത്ത് സെറ്റ് ആവുക കള്ളൻ അമ്പടാ. കിച്ചൺ ഷെൽഫ്സിൽ നമ്മൾ ചെയ്തതാട്ടോ. ആകെ 2 എണ്ണത്തിന് ഉള്ള ഗോൾഡൻ റിബണേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 2 എണ്ണം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. നമ്മൾ ഇനിയും കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ട്. തൽക്കാലത്തേക്ക് നമ്മൾ ഇന്ന് വാങ്ങിച്ച സാധനങ്ങൾ വെച്ച് ചെയ്തതാണ് ഇതൊക്കെ. ഗൈസ്, നമ്മൾ ലേസൊക്കെ എടുത്തു. ഇനി ഡ്രിങ്ക്സൊക്കെ എടുത്തിട്ട് നമ്മൾ പോകുന്നതാണ് റൂമിലേക്ക്. പോകുന്നതാണ് ടബിലേക്ക്. ക്രിസ്മസ് ട്രീ റെഡി. DIY ക്രിസ്മസ് ട്രീ കേട്ടോ. ആൾക്കാരെ കൊണ്ട് ട്രെയിനിൽ പോവുക. സാന്റാക്ലോസ്, യേശുവും മാതാവും യോസേപ്പ് പിതാവും. പിന്നെ കഴിഞ്ഞ വർഷം നമ്മൾ വാങ്ങിച്ച കേട്ടോ. എന്താ ചെറിയ ഇതേപോലെ നമ്മൾ റീത്ത് കിട്ടിയത്, അതും വാങ്ങിച്ചായിരുന്നു. ചെറിയ ചെറിയ ഇങ്ങനത്തെ നീളം ഉണ്ടായിരുന്ന സാധനമൊക്കെ നമ്മൾ ഷൂറാക്കിൽ വെച്ചു. ഡിഷൊക്കെ തുടയ്ക്കുന്ന ക്ലോത്ത് മാറ്റി, അതും ക്രിസ്മസ് വൈബ് തന്നെ പിടിക്കാമെന്ന് വിചാരിച്ചു. ഓരോ ഡോറിലും ഇങ്ങനെ റിബൺസ് വെച്ചു കണ്ടോ. അപ്പം നമ്മൾ ഇങ്ങനെയാണ് സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മുടെ ടബ്. ലേസും മൂവിയും പിന്നെ കൂടെ ഒരു ഡ്രിങ്കും. ഞാൻ എപ്സം സോൾട്ട് ഇടാൻ പോവാം കേട്ടോ. എല്ലാം കൂടെ അങ്ങോട്ട് പോയി എന്നോട് ക്ഷമിക്കണമെന്നില്ല. ഞങ്ങളുടെ പ്രയർ ടൈം കേട്ടോ. ഇനി കുരിശ് വരച്ചിട്ട് കാണാം. അപ്പം നമ്മൾ കുരിശ് വരച്ച് കഴിഞ്ഞു. കുരിശ് വരയ്ക്കുന്നത് നിങ്ങളെ കാണിക്കാൻ എനിക്ക് പേഴ്സണലി വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടാവുമ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കി തുടങ്ങി. വിശക്കാൻ തുടങ്ങിയതുകൊണ്ട് ഞാൻ ചപ്പാത്തി വേഗം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മൾ വാങ്ങിക്കുന്ന ചപ്പാത്തി കേട്ടോ. ഫ്രോസണൊന്നും അല്ല, പക്ഷെ നമ്മളെന്തായാലും ഫ്രിഡ്ജിലാണ് വെച്ചേക്കുന്നത്. ഓൾറെഡി ഉണ്ടായിരുന്ന പാക്കറ്റിൽ 2 ചപ്പാത്തി ഉണ്ടായിരുന്നുള്ളൂ. സോ പുതിയ പാക്കറ്റ് എടുക്കണം. എന്നിട്ട് ചിക്കൻ ചുക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഉണ്ടാക്കി
കഴിക്കാം. ഞാൻ ചിക്കൻ ചുക്ക ഒന്ന് ചൂടാക്കി വയ്ക്കാം. ഗൈസ്, ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകട്ടോ. ഏതെങ്കിലും സിനിമ കാണാനുണ്ടോ എന്നൊക്കെ നോക്കുക, യൂട്യൂബിലോ പ്രൈമിലോ ഒക്കെ ആയിട്ട്. അപ്പോൾ കഴിച്ചു തുടങ്ങട്ടെ കേട്ടോ. കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. ക്ലീനും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കിച്ചൺ കാര്യങ്ങളെല്ലാം കഴിയും. അത് കഴിഞ്ഞിട്ട് കിടക്കുക. സോ കിച്ചണിലെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഞങ്ങൾ കിടക്കാൻ പോവാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യണ്ടേ? വാ, നമുക്ക് ഒരുമിച്ച് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുക. ഞങ്ങളിനി കിടക്കാൻ പോവാം കേട്ടോ. കാരണം നാളെ ഓഫീസുണ്ട്. ഏത് കരൺ? കിരണിന് നാളെ ഓഫീസുണ്ട്. അപ്പം അതിൽ നിന്ന് ഞങ്ങളിന്ന് ഇരിക്കില്ല. ചിലപ്പോൾ കുറച്ച് നേരം കൂടെ സിനിമ ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്ന എത്ര മണി? 6 മണിക്ക് എണീക്കണം അല്ലേ? ഇന്നത്തെ ഈ ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലെന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്ത് പറയുക. ആൻഡ് ഫീവർ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ച കുറേ പേരുണ്ടായിരുന്നു. അവർക്കെല്ലാം ഈ വീഡിയോയിൽ കുറേ ഇൻഫർമേഷൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഞാൻ ഓക്കെയാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇനി എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.